ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്വിസ് മത്സരമായ ലോഗസ് ക്വിസിന്റെ സെമി ഫൈനൽ ഇന്ന് 4 കേന്ദ്രങ്ങളിൽ നവംബർ 10-ന് നടത്തപ്പെടുന്നു. ആലുവ, കൊല്ലം, കോഴിക്കോട്, ഡൽഹി എന്നീ കേന്ദ്രങ്ങളിലാണ് ഇത് നടത്തപ്പെടുന്നത്. 650ഓളം പരീക്ഷാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ 40ഓളം രൂപതയിലെ പരീക്ഷാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഒരു കേന്ദ്രമാണ് ആലുവയിലെ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് ഇനി ഗുഡ്നസ് ന്യൂസിനോടൊപ്പം നമുക്കും ചേരാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് മത്സരമായ ലോഗോസിൻ്റെ സെമി ഫൈനൽ ഇന്ന് നവംബർ 10-ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലുവ, കൊല്ലം, കോഴിക്കോട്, ഡൽഹി എന്നീ 4 കേന്ദ്രങ്ങളിലായി നടത്തപ്പെടുന്ന ഈ മത്സരത്തിൽ വളരെയധികം വിദ്യാർത്ഥികൾ 650-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ കേന്ദ്രമാണ് നമ്മുടെ ആലുവയിൽ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു 40ഓളം രൂപതയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരീക്ഷാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരെക്കുറിച്ചും അവർക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് നടത്തിയിരിക്കുന്നതും എന്നതിനെക്കുറിച്ച് KCBCയുടെ സെക്രട്ടറിയായ ജോജു അച്ഛനോട് നമുക്ക് ചോദിച്ചറിയാം. വലിയ സന്തോഷത്തോടു കൂടെയാണ് ഇന്നിവിടെ ആയിരിക്കുക. ലോഗോസ് ക്വിസിൻ്റെ സംസ്ഥാനതല സെമി ഫൈനലാണ് ഇന്നിവിടെ നടക്കുക. ഈ വർഷം 4.5 ലക്ഷമാണ് പങ്കെടുത്തത് ഒന്നാമത്തെ ലെവലിൽ. അതിൽ നിന്ന് 650 പേരാണ് സെമി ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. ആ 650 പേര് 4 കേന്ദ്രങ്ങളിൽ, നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്ത്, ഒപ്പം തന്നെ ആലുവയിൽ, കോഴിക്കോട്, ഡൽഹി എന്നീ സ്ഥലങ്ങളിലായിട്ട് പരീക്ഷ എഴുതുന്നു. ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നത് ആലുവയിൽ തന്നെയാണ്. ഏകദേശം 320 മത്സരാർത്ഥികളാണ് ആലുവയിൽ പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് ഈ വർഷത്തിൽ വലിയ സന്തോഷത്തിലാണ് എല്ലാ മത്സരാർത്ഥികളും. അതുപോലെ തന്നെ ഇത് 24ാമത്തെ ലോഗോസ് ക്വിസാണ്. ലോഗോസ് ക്വിസ് തുടങ്ങിയിട്ട് 24 വർഷം തികയുന്നു. ഒപ്പം 25ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വർഷം കൂടിയാണ്. അതുകൊണ്ട് മത്സരാർത്ഥികളും ഒപ്പം തന്നെ KCBC ബൈബിൾ കമ്മീഷനും വലിയ സന്തോഷത്തിലാണ്. ജൂബിലിയിലേക്കാണ് ഇനി പ്രവേശിക്കുക. 2025 ആഗോള സഭയുടെ ജൂബിലിയാണ്. അതുപോലെ തന്നെ ബൈബിൾ ഇത്തരത്തിൽ ലോകത്തിലെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ലോഗോസ് ക്വിസും ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ അതിലേക്ക് പ്രവേശിക്കുന്നു. 25ാമത്തെ ലോഗോസ് ജൂബിലിയിൽ ഒത്തിരിയേറെ പുതുമകൾ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. അതിന് പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും വിജയം നേരുന്നു. അടുത്ത ഘട്ടം വരുന്നത് നവംബർ 23-ാം തീയതി POCയിൽ, എറണാകുളത്തുള്ള പാലാരിവട്ടം POCയിൽ വെച്ചാണ് അതിൻ്റെ ഫൈനൽസ് വരിക. മെഗാ ഫൈനൽസ് നവംബർ 24-ാം തീയതിയാണ് നടത്തപ്പെടുക. അന്നാണ് ഈ പരീക്ഷയുടെ ലോഗോസ് പ്രതിഭയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. ാമതായിട്ട് നടക്കുന്ന നമ്മുടെ ഈ സെമി ഫൈനൽ, ലോഗോസ് ക്വിസിന് സെമി ഫൈനലിൽ ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിംഗപ്പൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു പരീക്ഷാർത്ഥി കൂടിയാണ്. അപ്പോൾ ഇത്തവണ സിംഗപ്പൂരിൽ നിന്നും നമുക്ക് ലോഗോസ് ക്വിസിന് മത്സരിക്കാൻ ഒരാളെ എത്തിയിരിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ആ വ്യക്തിയാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. എൻ്റെ പേര് മേരി യാഡ്ലി. സിംഗപ്പൂർ ആണ് ഞാൻ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ലോഗോസ് ക്വിസ് എഴുതുന്നത്. അപ്പോൾ വലിയൊരു സന്തോഷം, വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാനിത് കരുതുന്നു. പിന്നെ വചനം പഠിക്കാൻ വലിയൊരു അവസരമായിട്ട് ലഭിച്ചു. അപ്പോൾ ദൈവത്തിനൊരായിരം നന്ദി.
അവിടെ മത്സരങ്ങളൊക്കെ നടത്തിയത് ഇവിടെ നടത്തിയ അതേ സമയത്ത് തന്നെയായിരുന്നു? അതെ, ഇവിടെ നടത്തിയ അതേ സമയത്ത് തന്നെയാണ് സിംഗപ്പൂർ നടത്തിയത് എക്സാം. ഇന്ന് നടത്തിയ എക്സാം എങ്ങനെയായിരുന്നു? അവിടത്തേലും വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, അതോ എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഫസ്റ്റ് റൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ വചനങ്ങളും വാക്യങ്ങളും നമ്മൾ അധ്യായം വെച്ച് എഴുതണം. ആ ഒരു വ്യത്യാസമാണ് കാണുന്നത്. പിന്നെ കുറച്ചും കൂടെ ഒരു ടഫായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ലോഗോസ് ക്വിസ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലോഗോസ് ക്വിസിന് വേണ്ടി ഉള്ള പരിശീലന ഘട്ടങ്ങൾ പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത്തവണ ലോഗോസ് ക്വിസിൽ നിങ്ങൾ ചേരാനായിട്ട് പ്രചോദനമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ലോഗോസ് ക്വിസ് ഈ പ്രാവശ്യമാണ് സിംഗപ്പൂർ ആദ്യമായിട്ട് നടത്തുന്നത്. അത് ഈ വർഷം അച്ഛൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ പഠിക്കാനുള്ളൊരു സമയക്കുറവുണ്ടായിരുന്നു. കാരണം ഈ വർഷമാണ് അത് നടത്തുന്നതും അറിയുന്നതും. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ എന്താ പറയുക, ഞാൻ കുറേ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഈ വർഷം എൻ്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അപ്പോൾ എനിക്ക് ആ ഒരു സമയം ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ്, നെക്കിന് പ്രോബ്ലം. അപ്പോൾ ആ സമയമൊക്കെ ഞാൻ ഈ ബൈബിൾ വായിക്കാനും പഠിക്കാനും ഉപകരിച്ചു. ദൈവം അതിനു വേണ്ടി ഇത് ഒരുക്കിയ പോലെ തോന്നി. അവിടെ പരിശീലനം എങ്ങനെയായിരുന്നു? അത് രൂപത തലത്തിൽ പ്രത്യേകിച്ച് അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവരുടെയും പ്രത്യേകമായ പരിശീലനങ്ങൾ കൊടുത്തിരുന്നോ കുട്ടികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി? അവിടെ ഫാദർ മാജോ അച്ഛനും സാം അച്ഛനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എല്ലാ പാർട്ടിസിപ്പൻസിനും. അതിൽ അച്ഛന്മാർ വീഡിയോസ്, പിന്നെ അതുപോലെ മെറ്റീരിയൽസ് എല്ലാം ഷെയർ ചെയ്തിരുന്നു. ഓൾ ദ റിസോഴ്സസ് അതെല്ലാം ചാറ്റ് ഗ്രൂപ്പിൽ കൂടെ ഷെയർ ചെയ്തു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അച്ഛന്മാരുടെ മോട്ടിവേഷനും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രത്തോളം പേര് കഴിഞ്ഞ എക്സാമിന്, ഇപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പുള്ള എക്സാമിന് എത്രത്തോളം പേര് അവിടെ അറ്റൻഡ് ചെയ്തു? എനിക്ക് തോന്നുന്നത് 92, എനിക്ക് എക്സാക്ട് ഉറപ്പില്ല, എന്നാലും ഓൾമോസ്റ്റ് 90 ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് കാറ്റഗറിയും അഡൾട്ട്സിന് വേറെ കാറ്റഗറിയും ഉണ്ടായിരുന്നു. ലോഗോസ് ക്വിസിൻ്റെ സെമി ഫൈനലിൽ നമുക്ക് കോട്ടയത്തു നിന്ന് വന്ന ടീമാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. ഈ കോട്ടയത്തു നിന്ന് വന്ന ടീമിന് വളരെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരും ഈ പഠനത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു എന്നത് സത്യമാണ്. പക്ഷേ പലരും ഇവിടെ ഈ എക്സാമിന് വരാനായിട്ട് ഇത്രമാത്രം ബുദ്ധിമുട്ടെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ കൽക്കട്ടയിൽ നിന്ന് വന്നവരുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഈ എക്സാമിന് വേണ്ടി ഓടിയെത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കോട്ടയം രൂപതയുടെ പാതി പേര് പരീക്ഷ എഴുതുന്നത് കോഴിക്കോട് സെൻറ്ററിലും കൂടിയാണ്. അപ്പം മൊത്തത്തിൽ എത്ര പേരാണ് ഇവിടെ എക്സാം എഴുതുന്നത്? 13 പേര് വന്നു. ഇവർക്ക് നെടുന്തൂണായിട്ട് ഇവർ കൂടെ വന്നിരിക്കുന്ന ഇവരുടെ ബൈബിൾ കമ്മീഷന്റെ ചെയർമാനായ ഫാദർ മാത്യു മണക്കാട്ടച്ഛനാണ്. അപ്പം അച്ഛനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചറിയാണ്. അച്ഛൻ പറയൂ, അപ്പം എങ്ങനെയാണ് ഇവരുടെ പരിശീലനം പോയിരുന്നത്? അപ്പം ഏതൊക്കെ കാറ്റഗറിയിൽ, എല്ലാ കാറ്റഗറിയും ഉണ്ടോ? എത്ര പേരുണ്ട്? എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത്? KCBCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണല്ലോ നമ്മളുടെ ഡിഫറെൻറ്റ് കാറ്റഗറീസൊക്കെ ഉള്ളത്. അപ്പോൾ 6 കാറ്റഗറീസാണുള്ളത്. ഇപ്പോൾ 6 കാറ്റഗറീസിൽ പെട്ടവരും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് മലബാർ റീജിയൻ, കണ്ണൂർ റീജിയനുണ്ട്. അപ്പോൾ അവർക്ക് പരീക്ഷ എഴുതാനായിട്ട് ഇവിടെ വരാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ കോഴിക്കോട് സെൻറ്ററിലാണ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റാങ്ക് കിട്ടിയ എല്ലാവരും ഓരോ കാറ്റഗറിയിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കിട്ടിയ എല്ലാവരും പരീക്ഷ എഴുതാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പിന്നെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിൽ നിന്നും ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അത് പിന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാവരും നല്ല പുഞ്ചിരിയോടെയാണ് നിൽക്കുന്നത്. ഇവരൊക്കെ ഫൈനലിൽ എത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നാം. പക്ഷേ ഇവിടെ കൽക്കട്ടയിൽ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് വന്ന ആളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. പറയൂ, എന്താണ് ഇതിന് പുറകിലുള്ള ആ ഒരു പ്രേരണ? ഇടിച്ചു കയറി വരണം, ഇത് ചെയ്യണമെന്നൊക്കെ തോന്നാൻ കാരണം? എനിക്കൊന്ന് ഞാനൊരു 7ാം ക്ലാസ് തൊട്ട് ഈ ഒരു എക്സാം എഴുതാൻ തുടങ്ങിയതാണ്. ഞാനിത് എഴുതാൻ തുടങ്ങിയ കാലം തൊട്ട് വൺ വേ ഓർ ദ അതർ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് 7ാം ക്ലാസ്സിന് ശേഷവും ഒരിക്കൽ പോലും ഞാൻ കൽക്കട്ട ഒരു പ്രാവശ്യം പഠിക്കാൻ പോയ സമയത്തല്ലാതെ ഞാനത് മിസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കൽക്കട്ട ആക്ച്വലി പഠിക്കുമല്ലോ, ഞാൻ കോൺഫറൻസിന് പോയതാണ്. എനിക്ക് ഇന്നലെയായിരുന്നു ഫിനിഷ്. ഇന്നലെ ഞാൻ ബാംഗ്ലൂർ എത്തി. ഇന്നലെ രാത്രി കയറി, ഇന്ന് രാവിലെ ഇവിടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മണക്കാട്ടച്ചനാണ് സെൻറ്റർ ബാംഗ്ലൂരോട്ട് മാറ്റി തന്നത്. അവിടെ എക്സാം എഴുതിച്ച് ഇത് വരാൻ വേണ്ടി ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ വന്നത്. അപ്പോൾ എക്സാം കഴിയുന്നത്, എക്സാം എഴുതുന്ന ഒരിക്കലും ഞാൻ പ്രൈസ് വാങ്ങിക്കാൻ ആരും എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് മേടിക്കാൻ വേണ്ടി എഴുതുന്നവരാണ്. ദൈവവചനങ്ങൾ നമ്മൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിലൂടെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ലേ പോലും ആ ദൈവവചനം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ അനുഗ്രഹം ഇനിയും ഇത് കൂടുതൽ പേര് എഴുതട്ടെ. ആ ഒരു അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞങ്ങളൊക്കെ വരുന്നത് കണ്ട് പിള്ളേർ മോട്ടിവേറ്റഡ് ആയിട്ട് വരട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ലക്ക് ആശംസിക്കുന്നു.
കോട്ടയത്ത് നിന്ന് വന്ന ഇവരുടെ ടീമിലെ ഏറ്റവും പ്രായം കൂടിയ ചേച്ചിയാണ്. അപ്പം ചേച്ചിയുടെ കുറച്ച് എക്സ്പീരിയൻസ്, ഈ വചനം പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എത്രാമത്തെ പ്രാവശ്യമാണ് എഴുതുന്നത്, ഈ വചനം പഠിച്ചതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ നേരത്തെ ടീച്ചറായിരുന്നു. ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ പരീക്ഷ എഴുതാൻ തുടങ്ങിയത്. പിന്നെ പല പ്രാവശ്യം പരീക്ഷ എഴുതിയെങ്കിലും ഒരു 9ാമത്തെ പ്രാവശ്യമാണ് POCയിൽ വരുന്നത്. POCയിൽ വരുന്നെങ്കിലും നമുക്ക് രൂപതയിൽ പല പ്രാവശ്യവും രൂപതയിൽ ഫസ്റ്റാകാനും പിന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റാകാനും സാധിക്കുന്നുണ്ട്. അതുതന്നെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് പലവിധ അസുഖങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് നല്ല ഒരു വിടുതൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ വീട്ടിലും ദൈവാനുഗ്രഹത്താൽ പലവിധ അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാവരും സ്വസ്ഥമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഇടവകയെ പ്രതിനിധീകരിച്ച് എപ്പോഴും ഞാനിവിടെ മുമ്പിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഇടവക്കാരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് എനിക്ക് പറ്റുന്ന കാലത്തോളം ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇടവകയിൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും മുമ്പോട്ട് വരുന്നില്ല. ഇതിനൊരു കുറച്ച് സഹിഷ്ണുതയും ത്യാഗമനോഭാവവും ഒക്കെ വേണം. അതാർക്കും അത്രയും സമയം മെനക്കെടാൻ ആർക്കും സാധിക്കുന്നില്ല. അവർക്ക് എളുപ്പം കിട്ടുന്ന കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരെങ്കിലും ഇപ്പോൾ കുട്ടികളാണ്, ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചെറിയ ചെറിയ കുട്ടികളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോടൊപ്പം ഇങ്ങനെ പങ്കുചേർന്ന് സന്തോഷത്തോടെ പരീക്ഷ എഴുതി വീട്ടിൽ പോകുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അമ്മയും മകളും ഒരുമിച്ച് ഫസ്റ്റ് റാങ്കോടുകൂടി ഇവിടെ എഴുതാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അമ്മയും മകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ജിൻസി D കാറ്റഗറിയിലാണ്. എനിക്ക് 3rd റാങ്കാണ്. മോള് മെൽന, അവൾ B കാറ്റഗറിയിലാണ്, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പിന്നെ മെൽനാനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ആ സമയത്ത് എഴുതി എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഞാനൊരു ടീച്ചറാണ്. എനിക്ക് സമയം ഈ പറയുന്ന പോലെ ഞാൻ പാർട്ട് ടൈമായിട്ട് PhD ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കും ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്ന സമയം കണ്ടെത്തി ഞാൻ എന്താണേലും പഠിക്കും, ഇനിയും പഠിക്കും. കാരണം ഇതുവഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മോളെയും ഞാൻ ഈ ഒരു പാതയിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്. അപ്പം എന്താണെങ്കിലും ഞങ്ങളിത് പറ്റുന്നിടത്തോളം കാലം എഴുതും, പഠിക്കും. സമയം ഇല്ലെങ്കിലും സമയം കണ്ടെത്തി പഠിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. മകൾ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? എനിക്കും ഇത് എഴുതിയ ശേഷം എനിക്ക് സ്കൂളിലത്തെ മാർക്കായാലും പഠിക്കാതെ പോയാലും അത്യാവശ്യം എൻ്റെ ലെവലിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കതിൻ്റെ റിസൾട്ട് ദൈവം എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്കും എനിക്ക് സാധിക്കുന്നിടത്തോളം കാലം ഇത് എഴുതാൻ തന്നെയാണ് താല്പര്യം. കോട്ടയം രൂപതയിൽ നിന്ന് മറ്റ് ഒരു സവിശേഷത കൂടിയുണ്ട്. ചേച്ചിയും അനിയത്തിയും എഴുതുന്നുണ്ട് ഇവിടെ എക്സാം. ഇനി അവരെ പരിചയപ്പെടാം, അവരുടെ അനുഭവങ്ങൾ കേൾക്കാം. എൻ്റെ പേര് എലിസ മരിയ ടോമി എന്നാണ്. ഞാൻ A ഗ്രേഡിലാണ്. കോട്ടയം അതിരൂപതയിലെ കിടങ്ങൂർ എന്ന ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എനിക്ക് നല്ലൊരു അനുഭവമാണ്. ഞാൻ 10ാം തരത്തിലാണ് പഠിക്കുന്നത്. ദൈവത്തെ കൂടുതൽ അറിയുക എന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ദൈവവചനം വായിക്കുന്നത് കൂടി എനിക്ക് പല പല അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. പഠിക്കാൻ പോലും നല്ലതായിട്ട് പഠിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ എന്നെ ദൈവവചനത്തിലൂടെ എന്നെ പ്രാപ്തനാക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോഗോസ് ക്വിസിലെ ഏറ്റവും തിളങ്ങിയ ഒരു രൂപതയായിരുന്നു ഇരിഞ്ഞാലക്കുട രൂപത. ആദ്യത്തെ നമുക്ക് പ്രതിഭയായി കിട്ടിയതും ഇരിഞ്ഞാലക്കുട രൂപത എന്നുള്ള ഒരു അമലയായിരുന്നു. അതുപോലെ തന്നെ ഫൈനൽ റൗണ്ടിൽ വളരെ തിളങ്ങിയ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ മേരി ചേച്ചി എന്ന് പറയുന്നത്. മേരി ചേച്ചിയിൽ നിന്നാണ് നമുക്ക് ഇന്നത്തെ ഈ രൂപതയുടെ വിശേഷങ്ങൾ അറിയാനുള്ളത്. എത്ര വർഷമായി മേരി ചേച്ചി എഴുതാൻ തുടങ്ങുന്നത്? ഇത്തവണ എത്ര പേര് മത്സരിക്കുന്നു? ഈ വർഷത്തെ മത്സരങ്ങളെക്കുറിച്ചുള്ള പരിശീലന രീതികൾ അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് 18 പേരാണ് ഈ വർഷം മത്സരിക്കാതിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ലോഗോസ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളെ രൂപതയിൽ വിളിപ്പിച്ച് എല്ലാവരും അനുമോദിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് ക്ലാസ്സും തരാറുണ്ട്. അപ്പോൾ രൂപത അതിനുവേണ്ടി ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ 22 വർഷം, ഇത് 22ാമത്തെ വർഷമാണ് ലോഗോസ് ക്വിസ് എഴുതുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നടന്ന എക്സാമിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണോ? പ്രതീക്ഷ എന്ന് പറയാനായിട്ട് അറിയില്ല. റിസൾട്ട് പറ്റ ഇത്തവണ മേരി ചേച്ചിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം പെർസെൻറ്റേജ് കിട്ടിയേ? 99.5 ഒക്കെ ആണോ? 100.9. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഇത്തവണയും നമ്മുടെ പ്രതിഭ നമുക്ക് ഏകദേശം 6 പ്രതിഭേനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ രൂപതയിൽ നിന്ന് തോന്നുന്നു. ഇത്തവണത്തെ പ്രതിഭ നിങ്ങളിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ.
you.